ഫെബ്രുവരി 26 ഗാസയിലെ വിശുദ്ധ പോർഫിറിയസ്. ക്രിസ്തുവർഷം 347 മുതൽ 420 വരെ കാലഘട്ടം. മാർക്ക് ദി ഡിക്കൻ്റെ ഉജ്ജ്വലമായ ജീവചരിത്രത്തിൽ നിന്നും ജെറുസലേം ബിഷപ്പ് ജോൺ രണ്ടാമൻ്റെ പരാമർശത്തിൽ നിന്നും മാത്രമാണ് ഗാസയിലെ പോർഫിറിയസ് അറിയപ്പെടുന്നത്. ഗാസയിലെ ബിഷപ്പായിരുന്ന പോർഫിറിയോസ് ഏകദേശം 346 മാസിഡോണിയയിലെ തെസലോനിക്കയിൽ ജനിച്ചു. അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ സമ്പത്തുള്ള ആളുകളായിരുന്നു. ഇത് വിശുദ്ധ പോർഫിറിയോസിനെ മികച്ച വിദ്യാഭ്യാസം നേടുവാൻ അനുവദിച്ചു. സന്യാസ ജീവിതത്തോട് ചായ്വുള്ളതിനാൽ 12-ാം വയസ്സിൽ അദ്ദേഹം തൻ്റെ ജന്മദേശം ഉപേക്ഷിച്ച് ഈജിപ്തിലേക്ക് പോയി. അവിടെ സന്യാസി മക്കാരിയോസ് ദി ഗ്രേറ്റിൻ്റെ മാർഗനിർദ്ദേശപ്രകാരം നൈട്രിയൻ മരുഭൂമിയിൽ സന്യാസിയായിരുന്നു. അവിടെയും അദ്ദേഹം ഈജിപ്ഷ്യൻ ആശ്രമങ്ങൾ സന്ദർശിക്കുകയായിരുന്ന വാഴ്ത്തപ്പെട്ട ജെറോമിനെ കണ്ടുമുട്ടി. വിശുദ്ധ സ്ഥലങ്ങളിലേക്കുള്ള തീർത്ഥാടനത്തിനും കർത്താവിൻ്റെ ജീവൻ സൃഷ്ടിക്കുന്ന കുരിശിനെ ആദരിക്കുന്നതിനുമായി അവനോടൊപ്പം ജെറുസലേമിലേക്ക് പുറപ്പെട്ടു. അതിനുശേഷം അദ്ദേഹം പ്രാർത്ഥനയ്ക്കും സന്യാസ പ്രവർത്തനങ്ങൾക്കുമായി ജോർദാനിയൻ മരുഭൂമിയിൽ താമസമാക്കി. അവിടെ വച്ച് പോർഫിറിയോസിന് ഗുരുതരമായ പക്ഷാഘാതം ബാധിച്ചു. നടക്കാൻ വയ്യാതെ ദൈവിക ശുശ്രൂഷകൾക്ക് ഇഴയേണ്ടി വരും. രോഗശാന്തിക്കായി അവൻ ജെറുസലേമിലെ വിശുദ്ധ സ്ഥലങ്ങളിലേക്ക് പോകുവാൻ തീരുമാനിച്ചു. ഒരിക്കൽ പൂർണ്ണമായി തളർന്നപ്പോൾ അവൻ ഗോൽഗോഥായുടെ ചുവട്ടിൽ അർദ്ധബോധാവസ്ഥയിൽ കിടക്കുമ്പോൾ കർത്താവ് തൻ്റെ ദാസനെ ഉറക്കത്തിൽ ഒരു രക്ഷാദർശനത്തിലേക്ക് അയച്ചു. വിശുദ്ധ പോർഫിറിയോസ് യേശുക്രിസ്തുവിനെ നോക്കി കുരിശുമായി ഇറങ്ങുകയും അവനിലേക്ക് തിരിയുകയും ചെയ്തു. ഈ മരമെടുത്ത് സൂക്ഷിക്കുക. ഉണർന്നപ്പോൾ അവൻ സ്വയം ആരോഗ്യവാനാണെന്ന് തോന്നി. രക്ഷകൻ്റെ വാക്കുകൾ താമസിയാതെ പൂർത്തീകരിച്ചു. ജെറുസലേമിലെ പാത്രിയാർക്കീസ് വിശുദ്ധ പോർഫിറിയോസിനെ പൗരോഹിത്യ പദവിയിലേക്ക് നിയമിക്കുകയും കർത്താവിൻ്റെ കുരിശിൻ്റെ ബഹുമാന്യനായ മരത്തിൻ്റെ ക്യൂറേറ്ററായി നിയമിക്കുകയും ചെയ്തു. ഈ സമയത്താണ് പോർഫിറിയോസിന് തൻ്റെ മാതാപിതാക്കളിൽ നിന്ന് അനന്തരാവകാശം ലഭിച്ചത്. 4000 സ്വർണ്ണ നാണയങ്ങൾ. ഇതെല്ലാം അവൻ ദരിദ്രർക്കും ദൈവസഭകളുടെ അലങ്കാരത്തിനുമായി കൊടുത്തു. 395 ഗാസ നഗരത്തിൻ്റെ ബിഷപ്പ് മരിച്ചു. തങ്ങളുടെ നഗരത്തിൽ പ്രബലവും അവിടെയുള്ള ക്രിസ്ത്യാനികളെ ഉപദ്രവിക്കുന്നതുമായ വിജാതിയർക്കെതിരെ പോരാടാൻ കഴിയുന്ന ഒരു പുതിയ ബിഷപ്പിനെ തങ്ങൾക്ക് നൽകണമെന്ന അഭ്യർത്ഥനയുമായി പ്രാദേശിക ക്രിസ്ത്യാനികൾ കൈസറിയയിലേക്ക് മെട്രോപൊളിറ്റൻ ജോണിൻ്റെ അടുത്തേക്ക് പുറപ്പെട്ടു. ജെറുസലേം പ്രിസ്ബൈറ്റർ പോർഫിറിയോസിനെ വിളിക്കുവാൻ കർത്താവ് മെത്രാപ്പൊലിത്തയെ പ്രചോദിപ്പിച്ചു. ഭയത്തോടെയും വിറയലോടെയും സന്യാസി ബിഷപ്പിൻ്റെ മഹത്വം സ്വീകരിച്ചു. കണ്ണീരോടെ ജീവൻ സൃഷ്ടിക്കുന്ന മരത്തിനു മുന്നിൽ സാഷ്ടാംഗം പ്രണമിച്ചു. തുടർന്ന് തൻ്റെ പുതിയ അനുസരണം നിറവേറ്റുവാൻ പുറപ്പെട്ടു. ഗ്രീസിലെ തെസലോനിക്കയിൽ ജനിച്ച അദ്ദേഹം പിന്നീട് കിഴക്കൻ മെഡിറ്ററേനിയൻ മേഖലയിലെ ഗാസയിലേക്ക് താമസം മാറ്റി. അവിടെ ഹിപ്പോഡ്രോമിൽ 45-ാം വയസ്സിൽ ബിഷപ്പായി നിയമിതനായി. ആദിമ ക്രിസ്ത്യാനികളോട് ശത്രുതയുള്ള ഒരു സ്ഥലമെന്ന നിലയിൽ ഗാസയ്ക്ക് ചരിത്രമുണ്ട്. ഡയോക്ലീഷ്യൻ്റെ പീഡനത്തിൽ നിരവധി പേർ രക്തസാക്ഷിത്വം അനുഭവിച്ചിരുന്നു. ജൂലിയൻ്റെ കീഴിലുള്ള വിജാതിയർ ക്രിസ്ത്യൻ ബസിലിക്ക കത്തിക്കുകയും കലാപത്തിൽ വിവിധ ക്രിസ്ത്യാനികൾ കൊല്ലപ്പെടുകയും ചെയ്തു. ഗാസയിൽ 3 ക്രിസ്ത്യൻ പള്ളികൾ മാത്രമാണ് അദ്ദേഹം കണ്ടെത്തിയത്. എന്നാൽ വിജാതീയ ക്ഷേത്രങ്ങളും വിഗ്രഹങ്ങളും ധാരാളമുണ്ടായിരുന്ന ഈ സമയത്ത് മഴ പെയ്യാതെ നീണ്ട കാലവർഷമുണ്ടായി. ഇത് വലിയ വരൾച്ചയ്ക്ക് കാരണമായി. വിജാതീയ പുരോഹിതന്മാർ അവരുടെ വിഗ്രഹങ്ങൾക്ക് വഴിപാടുകൾ കൊണ്ടുവന്നു. പക്ഷേ ദുരിതങ്ങൾ അവസാനിച്ചില്ല. വിശുദ്ധ പോർഫിറിയോസ് എല്ലാ ക്രിസ്ത്യാനികൾക്കും ഉപവാസം ഏർപ്പെടുത്തി. തുടർന്ന് രാത്രി ആരാധനയും അതിനുശേഷം പള്ളി ഘോഷയാത്ര നഗരം മുഴുവനും ചുറ്റിക്കറങ്ങി. തിരികെ എത്തുമ്പോഴേക്ക് ആകാശം കൊടുങ്കാറ്റും മേഘങ്ങളാലും മൂടപ്പെട്ടു. ഇടിമുഴക്കമുയർന്നു. സമൃദ്ധമായ മഴ പെയ്തു. ഈ അത്ഭുതം കണ്ട് അനേകം വിജാതിയർ വിളിച്ചു പറഞ്ഞു, ക്രിസ്തു തീർച്ചയായും ഏക സത്യദൈവമാണ്. തൽഫലമായി വിശുദ്ധ മാമോദീസയിലൂടെ 127 പുരുഷന്മാരും 35 സ്ത്രീകളും 14 കുട്ടികളും പിന്നീട് 110 പുരുഷന്മാരും സഭയിൽ ഐക്യപ്പെടുവാൻ തുടങ്ങി. വിജാതിയർ മുമ്പത്തെ പോലെ തന്നെ ക്രിസ്ത്യാനികളെ ഉപദ്രവിക്കുകയും അവർക്ക് വലിയ നികുതി ചുമത്തുകയും ചെയ്തു. 401-402 ശൈത്യകാലത്ത് വിശുദ്ധ പോർഫിറിയോസും സിസേറിയയിലെ മെത്രാപ്പൊലീത്ത വിശുദ്ധ ജോൺ ക്രിസ്റ്റോസ്റ്റോവും ചേർന്ന് യൂഡോക്സിയ ചക്രവർത്തിയിൽ നിന്ന് പരിഹാരം തേടി കോൺസ്റ്റാന്റിനോപ്പിളിലേക്ക് പുറപ്പെട്ടു. അവർ ഒരുമിച്ച് അർക്കാഡിയാസിൻ്റെ കൊട്ടാരത്തിലെ പ്രബല ശക്തിയായിരുന്ന യൂഡോക്സിയ ചക്രവർത്തിയെ ഗാസ ഭരിക്കുവാൻ ക്ഷണിച്ചു. ഒരു കുട്ടിയെ പ്രതീക്ഷിച്ചിരുന്ന യൂഡോക്സിയ ചക്രവർത്തിയോട് ബിഷപ്പുമാർ പറഞ്ഞു, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുക. കർത്താവ് നിങ്ങൾക്ക് ഒരു മകനെ അയക്കും.
അവൻ നിങ്ങളുടെ ജീവിതകാലത്ത് ഭരിക്കും. പെൺമക്കളെ മാത്രം പ്രസവിച്ചതിനാൽ യൂഡോക്സിയ ഒരു മകനെ വളരെയധികം ആഗ്രഹിച്ചു. ഗാസയിലെ വിജാതീയ ക്ഷേത്രങ്ങൾ നശിപ്പിക്കുന്നതിനുള്ള ഉത്തരവ് നേടി. കലാപകാരികൾ വീട് വിട്ടോടി. സൈനികർ എല്ലാ ഒഴിഞ്ഞ വീടുകളും സന്ദർശിച്ചു. വിഗ്രഹങ്ങളും സ്വകാര്യ ലൈബ്രറികളും മാന്ത്രിക പുസ്തകങ്ങളും എന്നിവയും പിടിച്ചെടുത്ത് കത്തിച്ചു കളഞ്ഞു. വിശുദ്ധരുടെ പ്രാർത്ഥനയിലൂടെ സാമ്രാജ്യത്വ കുടുംബത്തിന് ഒരു അവകാശി ജനിച്ചു. ഇതിൻ്റെ അനന്തരഫലമായി ചക്രവർത്തി ഗാസയിലെ വിജാതീയ ആരാധനാലയങ്ങളും ക്ഷേത്രങ്ങളും നശിപ്പിക്കുവാനും ക്രിസ്ത്യാനികൾക്ക് പ്രത്യേക അവകാശങ്ങൾ പുനഃസ്ഥാപിക്കുവാനും നിർദ്ദേശിച്ചുകൊണ്ട് ഒരു ശാസന പുറപ്പെടുവിച്ചു. കൂടാതെ ഗാസയിലെ പ്രധാന പുറജാതീയ ക്ഷേത്രത്തിൻ്റെ സ്ഥലത്ത് ഒരു പുതിയ പള്ളി നിർമ്മിക്കുവാനുള്ള സഹായം ചക്രവർത്തി ബിഷപ്പുമാർക്ക് നൽകി. സന്യാസത്തിലും പ്രാർത്ഥനയിലും ജീവിതം നയിച്ച ഒരു ഭക്തനായ ക്രിസ്ത്യാനിയായിരുന്നു പോർഫിറിയസ്. ബിഷപ്പായി ജോലി ചെയ്തിട്ടും തൻ്റെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുകയും പുണ്യജീവിതത്തിലേക്ക് സ്വയം സമർപ്പിക്കുകയും ചെയ്തു. ദരിദ്രരോടുള്ള കാരുണ്യ പ്രവർത്തനങ്ങൾക്കും അനുകമ്പയ്ക്കും അദ്ദേഹം പ്രശസ്തനായിരുന്നു. വിശുദ്ധ പോർഫിറിയസുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രസിദ്ധമായ കഥകളിലൊന്ന് സിംഹവുമായുള്ള ഏറ്റുമുട്ടലാണ്. ഐതിഹ്യമനുസരിച്ച് പോർഫിറിയസ് മരുഭൂമിയിലൂടെ സഞ്ചരിക്കുമ്പോൾ കൈകാലിൽ പതിഞ്ഞ മുള്ളുകൊണ്ട് കഷ്ടപ്പെടുന്ന ഒരു സിംഹത്തെ കണ്ടുമുട്ടി. അനുകമ്പയാൽ പ്രചോദിതനായ പോർഫിറിയസ് മുള്ള് നീക്കം ചെയ്യുകയും സിംഹത്തിൻ്റെ മുറിവ് പരിചരിക്കുകയും ചെയ്തു. നന്ദി സൂചകമായി സിംഹം അവൻ്റെ കൂട്ടുകാരനായി മാറി. അവൻ പോകുന്നിടത്തെല്ലാം അവനെ അനുഗമിച്ചു. വിശുദ്ധ പോർഫിറിയസ് തൻ്റെ ജീവിതാവസാനം വരെ ഗാസയിൽ ക്രിസ്തുമതം ഉയർത്തിപ്പിടിക്കുകയും വിജാതീയരിൽ നിന്ന് തൻ്റെ ആട്ടിൻകൂട്ടത്തെ നന്നായി സംരക്ഷിക്കുകയും ചെയ്തു. വിശുദ്ധൻ്റെ പ്രാർത്ഥനയിലൂടെ നിരവധി അത്ഭുതങ്ങളും രോഗശാന്തികളും സംഭവിച്ചു. 25 വർഷത്തെ ശുശ്രൂഷയ്ക്കിടയിൽ ആർച്ച് പാസ്റ്റർ തൻ്റെ ആട്ടിൻകൂട്ടത്തെ നയിക്കുകയും 420 പ്രയാധിക്യത്തിൽ വിശ്രമത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു. കിഴക്കൻ ഓർത്തഡോക്സ് സഭയിൽ ഫെബ്രുവരി 26 വിശുദ്ധ പോർഫിറിയസിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മൃതദേഹം പലസ്തീനിലെ ഗാസ സിറ്റിയിലെ സെൻറ്റ് പോർഫിറിയസ് പള്ളിയിൽ അടക്കം ചെയ്തതായി പറയപ്പെടുന്നു. മാൾട്ടയിലെ സെയ്സ്തൂണിലെ ഒരു തെരുവ് വിശുദ്ധൻ്റെ പേരിലാണ് അറിയപ്പെടുക. വിനയം, ദയ, ദൈവത്തോടുള്ള ഭക്തി എന്നിവയുടെ മാതൃകയ്ക്കായി അദ്ദേഹം എന്നും ആദരിക്കപ്പെടുന്നു. വിവിധ പുണ്യങ്ങൾ നമ്മുടെ ജീവിതത്തിലും പൂർണ്ണമാകുവാൻ വേണ്ടി വിശുദ്ധ പോർഫിറിയസിൻ്റെ മാധ്യസ്ഥം തേടി നമുക്കും പ്രാർത്ഥിക്കാം.